ഹരി ഓം. ദശകം 49, ശ്ലോകം 3. ബൃഹദ്വനം തത്ഖലു നന്ദമുഖ്യാ വിധായ ഗൗഷ്ഠീനമധക്ഷണേന ത്വദന്വിതത്തജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലുഃ. പദച്ഛേദം. ബൃഹദ് വനം, ബൃഹദ്വനം, തത് ഖലു, തത്ഖലു, നന്ദമുഖ്യാഃ, നന്ദമുഖ്യാ, ബൃഹദ്വനം തത്ഖലു നന്ദമുഖ്യാ വിധായ ഗൗഷ്ഠീനം അധ, ഗൗഷ്ഠീനമധ ക്ഷണേന, വിധായ ഗൗഷ്ഠീനമധക്ഷണേന ത്വത് അന്വിത, ത്വദന്വിത, ത്വത് ജനനി, ത്വജ്ജനനീ നിവിഷ്ട, ത്വദന്വിത ത്വജ്ജനനീ നിവിഷ്ട, ത്വദന്വിത ത്വജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠ യാനാഃ അനുഗതാഃ, ഗരിഷ്ഠ യാനാഃ അനുഗതാഃ, ഗരിഷ്ഠയാനാനുഗതാ, ഗരിഷ്ഠയാനാനുഗതാ വിചേലുഃ, ഗരിഷ്ഠയാനാനുഗതാ വിചേലു. ബൃഹദ്വനം തത്ഖലു നന്ദമുഖ്യാ വിധായ ഗൗഷ്ഠീനമധക്ഷണേന ത്വദന്വിത ത്വജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലുഃ. ശ്ലോകം 3 അന്വയവും അർത്ഥവും. അധക്ഷണേന നന്ദമുഖ്യാഃ തത് ഖലു ബൃഹദ്വനം ഗൗഷ്ഠീനം വിധായ ത്വദന്വിത ത്വജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാഃ വിചേലുഃ. അധക്ഷണേന നന്ദമുഖ്യാഃ, പിന്നെ ഒട്ടും താമസിയാതെ തന്നെ നന്ദഗോപരും കൂട്ടുകാരും തത് ഖലു ബൃഹദ്വനം ഗൗഷ്ഠീനം വിധായ, ഗൗഷ്ഠീനം വിധായ, ആ ബൃഹദ്വനം എന്ന സ്ഥലത്തെ പഴയ ഗോഷ്ഠം എന്ന നിലയിലാക്കിയിട്ട് ത്വദന്വിത ത്വജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാഃ വിചേലുഃ. അങ്ങയോടൊത്ത് അമ്മയും കയറിയ ആ ഏറ്റവും നല്ല ആ വണ്ടിക്ക് പിറകെ തൊട്ട് അവർ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഏറ്റവും നല്ല വണ്ടിയിലാണ് ഉണ്ണിക്കണ്ണൻ്റെ അമ്മയും കയറി. അങ്ങനെ ആ ഏറ്റവും നല്ല വണ്ടിയുടെ തൊട്ട് പുറകെ ബാക്കിയുള്ള വണ്ടികളും വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ആ ഉപനന്ദൻ ഇപ്രകാരം പറഞ്ഞതനുസരിച്ച് നന്ദഗോപരും മറ്റു ഗോപാലന്മാരും കൂടി അങ്ങയുടെ അമ്മയും കയറിയ ആ ശ്രേഷ്ഠമായ ശകടത്തെ അനുഗമിച്ചും കൊണ്ട് തങ്ങളുടെ വണ്ടികളിൽ കയറി. അപ്പോൾ ഇത്ര നാളും തങ്ങൾ ആ താമസിച്ച ബൃഹദ്വനത്തെ ഉപേക്ഷിച്ചിട്ട് വൃന്ദാവനത്തിലേക്ക് യാത്രയായി. ബൃഹദ്വനം തത്ഖലു നന്ദമുഖ്യാ വിധായ ഗൗഷ്ഠീനമധക്ഷണേന ത്വദന്വിത ത്വജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലുഃ.